ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ നിങ്ങൾ കാണുന്നു, ഞാൻ കാണുന്നു, മറ്റുള്ളവർ കാണുന്നു. ഗംഭീര സിനിമ എന്ന് പറയുന്നു, പുതിയ ആശയമെന്ന് പറയുന്നു, ഇത് മോഷണമാണെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ സിനിമ കണ്ട് പറയാറുണ്ട്. പല വമ്പൻ സംവിധായകരും അവരുടെ സിനിമകൾ ഗംഭീരമാണെന്ന് പറയുമ്പോൾ തന്നെ രചനയും സംവിധാനവും എന്ന് എഴുതുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കും, അയ്യോ ഇതൊക്കെ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു? മലയാള അക്ഷരം പോലും എഴുതാൻ അറിയാത്ത സംവിധായകർ പോലും രചനയും സംവിധാനം വയ്ക്കാറുണ്ട്. പലരും മോഷ്ടിക്കുന്നതാണ്, മിടുക്കന്മാരായ ചില എഴുതി കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരവസരത്തിൽ വിദേശ സിനിമകൾ നടിച്ചു മാറ്റുന്നവരുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ അറിയാതെ ഒരു പ്രശസ്ത എഴുത്തുകാരൻ സംവിധായകനായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സിനിമ ഇന്ന സിനിമയുടെ മോഷണമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ, അതാണെന്ന് നമ്മൾ പറയുന്നത്. മലയാള സിനിമയിൽ ഞാൻ അനുഭവിച്ച രണ്ട് ശക്തരായ എഴുത്തുകാരാണ് പത്മരാജനും MT. അവർ നല്ല എഴുത്തുകാരാണ്. എന്നാൽ നല്ല സംവിധായകരാണോ എന്ന് ചോദിച്ചാൽ പത്മരാജൻ നല്ല സംവിധായകനാണെന്ന് ഞാൻ പറയും. MT നല്ല സംവിധായകനാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ആ പത്മരാജൻ സംവിധായകനായപ്പോൾ, എഴുതി സംവിധായകനായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയെക്കുറിച്ച് അതൊരു മോഷണമാണ് എന്ന രീതിയിൽ ഞാൻ എഴുതി. നല്ല ബന്ധങ്ങളായി നമ്മൾ. അതൊരു സാധാരണ സംഭവം. ഞാൻ പറയട്ടെ, നമ്മൾ നേരം വെളുത്ത് അന്തി വരെ പുകഴ്ത്തി പറഞ്ഞിട്ട് അതിനിടയിൽ എന്തെങ്കിലും പറയുമ്പോൾ ഇത്രയും വിഷമുള്ള രീതിയിൽ പെരുമാറുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് കഴിഞ്ഞ് പത്മരാജൻ്റെ ഇങ്ങനെ പറഞ്ഞെങ്കിലും ചില രചനകൾ, സിനിമകൾ ഒക്കെ ലൊക്കേഷനിൽ പോയിരുന്നത് ഞങ്ങൾ തന്നെയായിരുന്നു ആലോചിക്കണം. അപ്പോൾ അങ്ങനെ സിനിമ ഓടുകയോ ഓടാതിരിക്കുകയോ ചെയ്യട്ടെ, പത്മരാജ സിനിമ ഓടിയാലും ഓടിയില്ലെങ്കിലും അതൊരു നല്ല സിനിമയാണ്. ഞാൻ എൻ്റെ അഭിപ്രായം മുമ്പും പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് ചില മോഷണ വസ്തുക്കൾ കൂടി കയ്യേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. അദ്ദേഹത്തിൻ്റെ ആ അനിഷ്ടം ഞാനുമായി ബന്ധമുള്ള പലരോടും പറഞ്ഞിരിക്കുന്നു, എൻ്റെ സുഹൃത്തുക്കളോടും പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ്? എൻ്റെ സിനിമയെ ഇനി അടുത്ത സിനിമയിൽ ഞാൻ എൻ്റെ ലൊക്കേഷനിലേക്ക് വരുത്തില്ല, എനിക്കിഷ്ടമല്ല അയാളെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിഷ്ടമുണ്ടോ ഇല്ല വേറെ കാര്യം. എന്നെ സംബന്ധിച്ച് ഞാനന്ന് കേരളസം ഗ്രൂപ്പിൽ നാനയുടെ എഡിറ്ററായിരുന്നു. എൻ്റെ MD അവർ പറയുകയാണ് ഇന്ന സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ പോണ്ട എന്നൊരു തീരുമാനം എടുത്താൽ നമ്മൾ വേണ്ട, ഇഷ്ടമില്ല. എൻ്റെ ജോലിയുടെ എനിക്ക് മറ്റുള്ളവരനുസരിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അനുസരിച്ചാൽ പോരെ. അപ്പോൾ അവന്മാർ പുതിയൊരു സിനിമ വരുന്നു. അപ്പോൾ അത് പലപ്പോഴും പറഞ്ഞില്ല, പറയാതെ തന്നെ ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. ഞാൻ ആ പടം കവർ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് കവറേജ് ചെയ്തല്ല, അത് മൂന്നാറിലാണ് പടം നടക്കുകയെന്ന് വയ്ക്കണം. എന്നിട്ട് ഞാൻ പോയി. പക്ഷെ പോയെങ്കിലും അന്നൊന്നും പത്മരാജൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഒരു അനിഷ്ടം കാണിച്ചെങ്കിലും അന്ന് മമ്മൂട്ടിക്കായിരുന്നു പടത്തിലുള്ളത്. അനിഷ്ടം കാണിച്ചു മാത്രമല്ല, അതിൻ്റെ തിരക്കഥ പോലും നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നു, പ്രസിദ്ധീകരിച്ചു ആയിരിക്കും. അതിനുശേഷവും ഞാൻ ചില കുരുട്ട് സാധനങ്ങൾ, അതായത് ഈ മോഷണത്തിൻ്റെ കാര്യം തന്നെ വെച്ച് ഞാൻ സാധനം എഴുതി. അവിടെ പത്മരാജൻ ക്ഷമിച്ചില്ല. വയലൻ്റ് ആയോ എന്ന് ചോദിച്ചാൽ വാക്കുകളിലൂടെ വയലൻ്റ് ആവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, അന്ന് അദ്ദേഹത്തിൻ്റെ പുതിയൊരു സിനിമ തിരുവനന്തപുരത്ത് തുടങ്ങുകയാണത്. പറന്ന് പറന്ന് പറന്ന്. അതിന് മറ്റുള്ളവരൊക്കെ വേറെ കമൻറ്റുകളാണ് കൊടുത്തിരുന്നത്. അതേ ഒരു പാരഡി പോലെ. അപ്പോൾ അത് തിരുവനന്തപുരമാണ്. അതിൽ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, നമുക്കിഷ്ടമുള്ള ആൾക്കാരുണ്ട്. മാത്രമല്ല പത്മരാജൻ്റെ ഒരു വെറൈറ്റി പടം, ഒരു പരീക്ഷണ സിനിമ കൂടിയാണ്. അതെനിക്ക് നന്നായിട്ട് കവർ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മളിപ്പോൾ മുമ്പത്തെ രീതി സിനിമാ ലൊക്കേഷനിലേക്ക് വരണം, ഞങ്ങളുടെ പടം കവർ ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വിളിക്കാറും ഈ കത്തെഴുതാറും പതിവ്. ഇന്നത്തെ പോലെ ഉള്ള സംവിധാനമല്ലല്ലോ. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ഓഫീസിലേക്കും കത്ത് വന്നു. സാധാരണ എനിക്ക് നേരിട്ട് കത്തുകൾ വരാറുണ്ട്. അന്ന് പത്മരാജൻ്റെ കത്ത് എനിക്ക് വന്നില്ല, പകരം ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടർക്കാണ് കത്ത് വന്നത്. അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, എൻ്റെ പുതിയ സിനിമ തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ്, പറന്ന് പറന്ന് പറന്നാണ് സിനിമയുടെ പേര്. എനിക്ക് നാന വീക്കിലി
മുമ്പ് തന്ന പോലെ എല്ലാ സഹകരണവും ഈ സിനിമയ്ക്കും നൽകണം. നിങ്ങളുടെ റിപ്പോർട്ടറെയോ ക്യാമറമാനെയോ ലൊക്കേഷനിലേക്ക് അയക്കണം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അവസാനം NB ഇട്ടിട്ട് ഇങ്ങനെ കൂടി എഴുതിയിരിക്കുന്നു, പല്ലിശ്ശേരി എന്ന് പറഞ്ഞ വ്യക്തിയെ എൻ്റെ സിനിമ കവർ ചെയ്യാൻ അയക്കരുത്. അത് അടിവരയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ആലോചിക്കണം. അപ്പോൾ ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ അത് വീണ്ടും ഫോണിലും കൂടി വിളിച്ചു. ഫോണിൽ കൂടി വിളിച്ചപ്പോൾ പറഞ്ഞു, MD പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, കത്ത് കിട്ടി, പക്ഷേ ആരെ വിടണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങളുടെ സിനിമ കവർ ചെയ്യലേ വേണ്ടൂ, അത് ഞങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാം. ചിലപ്പോൾ പല്ലിശ്ശേരി തന്നെയായിട്ട് വരിക, പല്ലിശ്ശേരി ഞങ്ങൾക്ക് വഴി ഞങ്ങളുടെ സ്റ്റാഫാണ്, ഞങ്ങളുടെ എഡിറ്ററാണെന്ന് പറഞ്ഞ് വെച്ചു. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, പല്ലിശ്ശേരി പത്മരാജൻ്റെ കത്ത് കണ്ടില്ലേ, ഇതാണ്, നിങ്ങൾ തന്നെ പോയാൽ, നിങ്ങൾ കൃഷ്ണൻകുട്ടിയും തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാനും കൃഷ്ണൻകുട്ടിക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കൃഷ്ണൻകുട്ടിക്ക് ദേഷ്യം വരില്ല. മിടുക്കനായ ക്യാമറമാനാണ്. ഇപ്പോൾ അദ്ദേഹം ഇല്ല, ഞങ്ങളുടെ കൂടെ ഇല്ല, മരിച്ചുപോയി. അദ്ദേഹം ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ കോംപ്രമൈസ് ചെയ്യിക്കുന്ന ഒരാൾ കൃഷ്ണൻകുട്ടിയാണെന്ന് ആലോചിക്കണം. ഞാൻ കൃഷ്ണൻകുട്ടി ചേട്ടാന്ന് വിളിക്കുള്ളൂ. അപ്പോൾ കൃഷ്ണൻകുട്ടി ഉണ്ടെങ്കിൽ എനിക്കും പേടിയില്ല, ഞങ്ങളുടെ സ്ഥാപനത്തിനും പേടിയില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കും. അത്രയും നല്ല ക്യാരക്ടറാണ്. കാരണം എന്നേക്കാൾ മുൻപ് സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമാക്കാർക്കിടയിൽ നല്ല പേര് സമ്പാദിച്ച ഒരാൾ കൂടിയാണ് കൃഷ്ണൻകുട്ടി. ഇപ്പോൾ പത്മരാജനും കൃഷ്ണൻകുട്ടി വലിയ ഇഷ്ടമാണ്. അപ്പോൾ മാത്രമല്ല, തിരുവനന്തപുരമാണ് കൃഷ്ണൻകുട്ടിയുടെ താമസിക്കുന്ന സ്ഥലവും. കുറേ ബന്ധങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. രാവിലെ മുതൽ അപ്പോൾ സുകുമാരി, ലിസി, ജഗതി, നിറയെ ആർട്ടിസ്റ്റുകൾ, എന്താ അതിൽ കൂടുതൽ സ്ത്രീകളുമുണ്ട് നിലയ്ക്കണം. അങ്ങനെ ഒരു വേറെ പ്രത്യേകത ഇല്ലാണ്. ഞങ്ങൾ ചെന്നു. സാധാരണ രീതിയിൽ പത്മരാജൻ എന്നെ കണ്ട് മൈൻഡ് ചെയ്തില്ല എന്നുള്ള സത്യം ഉള്ള കാര്യം പറയാമല്ലോ. മൈൻഡ് ചെയ്യുക, അതൊരു പരിഭവം എല്ലാം കൂടി ഉണ്ട്. കാരണം സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഞാൻ ഇദ്ദേഹത്തെ കുത്തി എഴുതിയല്ലോ എന്നുള്ള സങ്കടമുണ്ട്. കാരണം ഈ വലിയ വലിയ ആൾക്കാർക്ക് അവരുടെ ഒരു ചെറിയ ന്യൂനതകൾ പറയുന്നത് ഇഷ്ടമല്ല. കാരണം അവരെല്ലാം സർവജ്ഞ പീഠം കയറി നിൽക്കുന്ന ആൾക്കാരാണ് ധാരണയുണ്ട് എന്നാലോചിക്കണം. നമുക്കിപ്പോൾ മംഗളപത്രം എഴുതല്ലല്ലോ നമ്മുടെ ജോലി. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കൃഷ്ണൻകുട്ടിയേട്ടൻ പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട, അതൊക്കെ കുറച്ച് കഴിഞ്ഞ് ശരിയാവും, അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ മറ്റുള്ളവരെ കാണുന്നു, അന്നിട്ട് ആർട്ടിസ്റ്റിനെ കാണുന്നു, ഞങ്ങൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നു, അതിലൊന്നും എതിര് പറയുന്നില്ല. അദ്ദേഹം നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, അത് മാത്രമുള്ളൂ. പക്ഷേ ചില സംബന്ധിച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ കഥ, ഇതിൻ്റെ സീൻ, നമുക്ക് എഴുതാൻ പറ്റിയ സാധനങ്ങൾ ചോദിക്കും. അത് നമ്മൾ റൈറ്റർ കം ഡയറക്ടർ അങ്ങോട്ട് ചോദിച്ചാൽ ചെയ്യാറുള്ളത്. ഇതിൽ അങ്ങനെ ഉച്ചഭക്ഷണം കഴിയുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇയാൾ ഈ ഇഞ്ചി തിന്ന് കുറങ്ങനെ പോയി നിൽക്കുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ലൊക്കേഷനിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. അവിടെ ഞാൻ എൻ്റെ ഇഷ്ടം മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഞാനൊരു സ്ഥാപനത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആ സ്ഥാപനത്തിന് മുറിപ്പാടുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കുറേ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായി. അപ്പോൾ നമുക്ക് പത്മരാജനല്ല, മറ്റു പലരും ഇതിൻ്റെ നിർമ്മാതാവ് അടക്കമുള്ളവർ വന്ന് പറഞ്ഞു, നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഫുഡ് കഴിക്കുന്നില്ല, ഫുഡ് കഴിക്കാൻ വന്നവരല്ല എന്ന് ഞാൻ പറയുന്നു. ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ പത്മരാജ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവസാനം പത്മരാജ് വിളിച്ചു. വളരെ സ്നേഹപൂർവ്വം തന്നെയാണ്, പല്ലി, അതിന് ഏറ്റവും അടുപ്പമുള്ള ഒരു ദേഷ്യം മുഖാനൊക്കെ പല്ലി എന്ന് വിളിക്കുക. പല്ലി ഫുഡ് കഴിക്കുന്നില്ലേ? അവനെ ഫുഡ് കഴിക്കില്ല. ഫുഡ് കഴിക്കണമെന്ന് എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയണം. കണ്ടീഷൻ എന്താ കണ്ടീഷൻ? എനിക്ക് ആദ്യം ഈ സിനിമയെക്കുറിച്ച് അറിയണം. ഈ സിനിമയെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഞാൻ എന്നെ കഴിക്കുള്ളൂ, ചായ പോലും കുടിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഫുഡ് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ പത്മരാജൻ പറഞ്ഞു, ഞാനിത് ഒരു കാര്യം ഇത് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞു. അല്ല, ഇപ്പോൾ പറഞ്ഞാൽ എനിക്ക് പോകാൻ സ്ഥലം. അപ്പോൾ അദ്ദേഹം വളരെ പരിഹാസ രൂപത്തിൽ പറഞ്ഞു, ഇത് വെറും ഒരു പ്രണയകഥയാണ്, അങ്ങനെ എഴുതിയാൽ മതിയോ? അങ്ങനെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് മതി. ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരോട്, അതായത് ഒന്ന് ഉണ്ണിത്താനാണെന്ന് അസിസ്റ്റൻ്റ് ഉണ്ടായിട്ടുള്ളത്, ഉണ്ണിത്താൻ മനസ്സിലാക്കി. അന്ന് പിന്നെ പൂജപ്പുര രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. പൂജപ്പുര രാധാകൃഷ്ണൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ പത്മരാജൻ്റെ കൂടെ. ഒക്കെ എല്ലാം മനസ്സിലാക്കി പത്മരാജൻ്റെ ഇത് വെറും ഒരു പ്രണയകഥ എന്ന് പറഞ്ഞ് ടൈറ്റിലിട്ട് സാധനം ഗംഭീരമായിട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷെ പത്മരാജൻ്റെ സിനിമ വെറും ഒരു പ്രണയകഥയാണെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിനൊരു മെറിറ്റല്ല, ഡീമെറിറ്റിനെ ആയി ആലോചിക്കണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വളരെ നല്ല അടുപ്പത്തിലായി ആലോചിക്കണം. വളരെ നല്ല അടുപ്പം എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് മനസ്സിലെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം. ഉണ്ട്, അത് ഉറപ്പ് തന്നെയാണത്. അത് എനിക്ക് ഒരു തവണ ഞാനത് പിന്നെ നാനാ പ്രസിദ്ധീകരണത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം മനോരാജ്യം എന്നുള്ള ഗ്രൂപ്പ് ഗുഡ് നൈറ്റ് മോഹൻ ഏറ്റെടുത്തൊരു അവസരത്തിലുണ്ടായിരുന്നു. അന്ന് ഞാൻ സിനിമയെക്കുറിച്ചൊരു കോളം എഴുതി, നല്ല എമൗണ്ട് എനിക്ക് തന്നിരുന്നത്, നല്ല എമൗണ്ട് തന്നിരുന്നത്. ആ കോളം എഴുതി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നിർത്തേണ്ടി വന്നു, നിർത്തണമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ വെച്ചാൽ അത് വലിയ ദോഷത്തിൽ പോകുന്നതല്ല, വായനക്കാരുണ്ട്. ആ പറഞ്ഞു അല്ല അത് അത് എന്ന് പറഞ്ഞാൽ അന്ന് പത്മരാജനും ഗുഡ് നൈറ്റ് മോഹനും പുതിയ സിനിമ ചെയ്യുന്ന സമയം, ഞാൻ ഗന്ധർവൻ സമയത്താണ്. ആ സമയത്ത് പത്മരാജൻ പറഞ്ഞു അയാളെ കൊണ്ട് പങ്ക്തി എഴുതിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കവും അവസാനവും ഇവിടെയല്ല. എൻ്റെ ജീവിതം ഒരു യാത്ര തന്നെയാണ്. ആ യാത്രയിൽ പലതും ഉണ്ടായിരിക്കാം, അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഗന്ധർവൻ സമയത്ത് ഞങ്ങൾ അന്ന് ഞാൻ എറണാകുളത്തുണ്ട്. ഈ പത്മരാജൻ്റെ സിനിമ എനിക്ക് ഇഷ്ടമാണ്, കാണുന്നുണ്ട്. അതിനിടയ്ക്ക് പത്മരാജനും ഗുഡ് നൈറ്റും മോഹനും തമ്മിൽ എന്തൊക്കെയോ സൗന്ദര്യ പണക്കമുണ്ടായി എന്നറിയുന്നു. കോഴിക്കോട് നിന്ന് അവിടെ സിനിമയ്ക്കുള്ള യാത്ര വന്നു. പിറ്റേ ദിവസം അതായത് ഞാൻ മഹാറാണി ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. മറൈൻ ഹോട്ടലിൽ നിന്ന് അപ്പം അന്ന് സ്വർഗേത്ര അപ്പച്ചൻ വെളുപ്പാങ്കാലത്ത് എന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഗുഡ് നൈറ്റ് മോഹൻ ഇങ്ങനെ കോഴിക്കോട് ഇങ്ങനെ ആ ഹോട്ടലിൽ വെച്ച് ഇങ്ങനെ മരിച്ചു പോയി എന്നറിയുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ ഞാൻ ഗന്ധർവൻ്റെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി തിയേറ്ററുകൾ കയറി ഇറങ്ങാൻ ആലോചിക്കണം. അപ്പോൾ കണ്ണൂരിലോ മറ്റോ ആയിരുന്നു തലേ ദിവസം. അവിടെ നിന്നാണ് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് വല്ലാത്ത വിഷമമായി. കാരണം നമ്മൾ ഇണക്കവും പിണക്കവും ഉണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ നോവലുകൾ എഴുത്തെല്ലാം നല്ല ഇഷ്ടമായിരുന്നു ആലോചിക്കണം വളരെ. കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നാണല്ലോ നക്ഷത്രങ്ങളെ കാവലിന് അവാർഡ് കിട്ടിയിട്ടുള്ളതാണെന്ന് ആലോചിക്കണം, അദ്ദേഹത്തിൻ്റെ കുങ്കുമം അവാർഡ് കിട്ടിയിട്ടുള്ളതാണെന്ന് ആലോചിക്കണം ശരിക്കും. അങ്ങനെ കുറേ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അത് വിഷമം തോന്നി. ഞങ്ങൾ രാവിലെ ചെല്ലുമ്പോൾ ശരിയായിരുന്നു, അദ്ദേഹം അവിടെ മരിച്ച് കിടക്കുകയായിരുന്നു ആലോചിക്കണം. മരണത്തെക്കുറിച്ച് പല കിംവദന്തികളും ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്കിതൊന്നും തെളിവുകളില്ല. പക്ഷേ എങ്കിലും നമ്മൾ അവിടെ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ മരണത്തിൽ ഇല്ലേ എന്ന് ഞങ്ങളിൽ പലരും സംശയിച്ചു എന്നായിരിക്കണം. നമ്മൾ മാത്രം സംശയിച്ചിട്ട് കാര്യമില്ലല്ലോ, വീട്ടുകാരെങ്കിലും സംശയം തോന്നണ്ടേ? അത് ഉണ്ടായിട്ടില്ല. പക്ഷേ പത്മരാജൻ നമ്മുടെ കൂടെ ഇന്നില്ലെങ്കിലും പത്മരാജൻ്റെ സിനിമകളും നോവലുകളും സാഹിത്യവുമെല്ലാം നിലനിൽക്കുന്നുള്ളൊരു പ്രത്യേകത തന്നെയാണ്. ഞാൻ ഈ വൈകിയ അവസരത്തിലെങ്കിലും കുറ്റപ്പെടുത്താനല്ല, സ്നേഹം കൊണ്ട് തന്നെ വാക്കുകൾ മൂളാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള എഴുത്തുകാരും സംവിധായകരും ഇപ്പോൾ മലയാള സിനിമയ്ക്ക് കുറവാണ്.